എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശി വൈജയന്തിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അലീന ഇവിടുന്ന് പോയി എന്ന് കരുതി നീ അങ്ങ് നിഗളിക്കണ്ട. അവർ തമ്മിൽ ഇനിയും ഫോണിലൂടെ ബന്ധപ്പെടാം. അന്നേരം നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലോ, അതുകൊണ്ട് നീ ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു പേടിയൊക്കെ മനസ്സിലുണ്ട് വൈജയന്തിക്ക്. അത് കഴിഞ്ഞ് വൈജയന്തിയെ കടപ്പാട്ടൂരിൽ നിന്നും നെടുമ്പുരയ്ക്കിലേക്ക് കൊണ്ടുവിടുന്ന മനുവാണ്. വണ്ടി കയറി കഴിയുമ്പോഴും ഭയങ്കര ഒരു അഭിമാനമാണ് വൈജയന്തിക്ക്. വൈജയന്തി പിടിച്ചെടുത്ത് കാര്യങ്ങളൊക്കെ എത്തി എന്നൊരു തോന്നലാണ്. ആ അഹങ്കാര ഭാവം കണ്ടുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട്, ഏതായാലും മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നേടിയെടുത്തല്ലോ, ചുറ്റുമുള്ളവരെ മൊത്തം വിഷമിപ്പിച്ചിട്ടാണെങ്കിലും എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്കൊരു പുച്ഛമാട്ടോ. വൈജയന്തിക്ക് ഇതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഏതായാലും അവർ നെടുമ്പുരയ്ക്കിലേക്ക് എത്തുന്നു. അവിടെ വന്നിറങ്ങുന്ന വൈജയന്തി ആദ്യമേ കാണുന്നത് സിറ്റ് ഔട്ടിൽ ഫോണിലേക്ക് നോക്കി ഇങ്ങനെ എന്തോ കണ്ടുകൊണ്ടിരുന്നിട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്ന രോഹിത്തിനെയാണ്. രോഹിത്ത് കണ്ണൊക്കെ തുടച്ചിട്ട് വീണ്ടും ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അലീനയാവും. അലീന പോയതിൻ്റെ സങ്കടം രോഹിത്തിന് അത്രത്തോളം ഉണ്ട് എന്ന് വൈജയന്തിക്ക് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിലോട്ട് കയറി വരുമ്പോൾ രണ്ട് മക്കളും കൃഷ്ണയും ബബിതയും ഇറങ്ങി വരുന്നുണ്ട്. അവർക്കും വലിയ സന്തോഷമൊന്നുമില്ല. അമ്മ തിരിച്ചു വന്നതിൻ്റെ സന്തോഷമൊന്നും മക്കളുടെ മുഖത്തില്ല. അപ്പം തന്നെ വൈജയന്തിക്ക് കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീന സ്റ്റാൻലിയുടെ ആ വീട്ടിലേക്ക് എത്തുന്നു. ആ വലിയ വീട് കണ്ട് തന്നെ അലീന അന്തം വിടുന്നുണ്ട് ഇറങ്ങിയതിന് ശേഷം. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ കൈയും പിടിച്ച് അവർ ആ സിറ്റ് ഔട്ടിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ വീട്ടിലുള്ള പട്ടികളെല്ലാം ഓടിയിറങ്ങി വരും. അന്നേരം ബാലേന്ദ്രൻ ഒരച്ഛൻ്റെ കരുതലോടുകൂടി അലീനയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ടേക്ക് ആൻ്റപ്പൻ ഇറങ്ങി വരുന്നു. പട്ടിയോടെല്ലാം അകത്തേക്ക് കയറി പോകാൻ പറയുവാണ്. പക്ഷേ പട്ടികൾ വീണ്ടും അലീനയുടെ ചുറ്റും വന്ന് നിൽക്കുക കേട്ടോ. അന്നേരം ഇങ്ങനെ അതിശയിച്ച് അലീനെ ചുറ്റും നോക്കുന്നു. അതിനേക്കാൾ അതിശയമാണ് ബാലേന്ദ്രൻ ഇങ്ങനെ ചുറ്റും നോക്കുവാണേ. അന്നേരം ആൻ്റപ്പൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആൻ്റപ്പൻ അകത്തോട്ട് കയറിപ്പോകാൻ പറഞ്ഞ പട്ടികളാണ് അലീനയുടെ ചുറ്റും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ആൻ്റപ്പൻ ഒന്നുകൂടെ അവരോട് കയറിപ്പോകാൻ പറയുന്നു. അതിനുശേഷം ബാലേന്ദ്രനോടും അലീനയോടും പറയും കയറിപ്പോരെ, പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ അലീന ആദ്യമായി സ്റ്റാൻലിയുടെ സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കയറുവാണ്. ആൻ്റപ്പൻ സ്റ്റാൻലിയോട് പോയി പറയുന്നു അകത്ത് വന്ന് ഇങ്ങനെ അലീനയും ബാലേന്ദ്രനും വന്നിട്ടുണ്ട് എന്ന്. അന്നേരം അലീന ആദ്യമായിട്ട് സ്റ്റാൻലിയെ കാണുവാണ്. എൻ്റെ പപ്പയാണത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നു. എന്നിട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുവാണ്. സ്റ്റാൻലിയും തിരിഞ്ഞു നോക്കുമ്പം അലീനയുടെ കണ്ണുകളിലേക്കാണ് നോക്കുന്നത്. അലീനെ ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കുവാണ് സ്റ്റാൻലി അന്ന് ചെന്നപ്പോൾ കണ്ടത് ഒരു വേലക്കാരിയുടെ വേഷത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ നിൽക്കുന്ന അലീനയാണ്. പക്ഷേ ഇന്ന് ആ വീട്ടിലോട്ട് കയറി വന്നേക്കുന്ന അലീനയെ ഒരു കല്യാണ പെണ്ണിനെ പോലെ നല്ല മിടുക്കിയാക്കിയാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അലീനെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് സ്റ്റാൻലിയുടെ അമ്മച്ചിയുടെ മുഖഭാവവും രൂപമൊക്കെയാണ് അലീനയ്ക്ക്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയുടെയും കണ്ണ് ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയുന്നുണ്ട്. അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് അലീനയും ബാലേന്ദ്രനോടെ നടന്ന് എത്തുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നത് ബാലേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.